വന്ദേമാതരം വിഷയത്തിൽ ലോക് ഭവനെ പഴിചാരിയ മന്ത്രി എൻ ശംസുദ്ദീൻ. ലോക് ഭവൻ സ്വീകരിക്കുന്ന നിലപാട് എല്ലാവർക്കും അറിയാമെന്നും അത് മനസ്സിലാക്കി തിരുത്തുകയാണ് ചെയ്യുന്നതെന്നും മന്ത്രി. നമ്മുടെ നാട്ടിൽ വന്ദേ മാതരം ഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് വന്ന സർക്കുലറുകളാണ് സത്യപ്രതിജ്ഞാ സമയത്ത് ലോക്ഭവൻ എടുത്ത ചില നിലപാടുകളുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അതൊന്നും നമ്മൾ വീണ്ടും ആവർത്തിച്ച് ആ കാര്യങ്ങൾ പറയേണ്ടതില്ല. സാധാരണഗതിയിലൊരു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ ഭാഗമായി വരുന്ന സർക്കുലറുകൾ അങ്ങനെ ഫോർവേഡ് ചെയ്യപ്പെടാം. അതിൽ ഒരു പോരായ്മയുണ്ട്, അതിൽ ചില രാഷ്ട്രീയമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ അതിവിടെ മുഖ്യമന്ത്രി കറക്റ്റ് ചെയ്തു, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇനി നമ്മൾ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതില്ല. സിജു കണ്ണൻ കൂടി ചേരുന്നുണ്ട്. സിജു, ഈ വന്ദേമാതരം വിഷയത്തിൽ ഈ UDF-ന് അകത്ത് തന്നെ പലതരത്തിലുള്ള ഭിന്നതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഈ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണം എന്നതാണ് ഇവിടുത്തെ തർക്കം. ഇപ്പോൾ ഈ ലോക് ഭവനെ പഴിചാരി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് മന്ത്രി എൻ ശംസുദ്ദീൻ നടത്തിയിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അവന്തിക, മന്ത്രി എൻ ശംസുദ്ദീൻ ഇപ്പോഴും ലോക് ഭവനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. ലോക് ഭവൻ സ്വീകരിക്കുന്ന നിലപാടിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി, അതിൽ ചില രാഷ്ട്രീയമുണ്ടെന്ന് മനസ്സിലാക്കി, അത് മനസ്സിലാക്കി തിരുത്തി എന്നാണ് എൻ ശംസുദ്ദീൻ പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് തിരുത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ പറയുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് കൃത്യമായ ഒരു വിശദീകരണം നൽകിയതായി എവിടെയും വിവരമില്ല. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ശംസുദ്ദീൻ ഒഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിൽക്കേണ്ടതില്ല എന്ന തരത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. എന്നാൽ കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി ഇത്തരം ഒരു നിർദ്ദേശം വന്ദേമാതരം മുഴുവനായി ആലപിക്കണമെന്ന തരത്തിൽ നൽകിയ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ലോക് ഭവൻ ഒരു പത്രക്കുറിപ്പ് നൽകിയിരുന്നു. അതിൽ ലോക് ഭവൻ മന്ത്രി എൻ ശംസുദ്ദീനെ തള്ളിക്കൊണ്ടാണ് രംഗത്തെത്തിയത്. അങ്ങനെ ഒരു നിർദ്ദേശം ലോക് ഭവൻ നൽകിയിട്ടില്ല എന്നാണ്. ഗവർണറുടെ നിർദ്ദേശപ്രകാരമല്ല അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയതെന്നാണ് ലോക് ഭവൻ തന്നെ പറയുന്നത്. പക്ഷേ മന്ത്രി ഇന്നും പറയുന്നത് ലോക് ഭവൻ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയെന്നാണ്. കൃത്യമായ ഒരു വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴില്ല. വിവാദം വലിയ രീതിയിൽ ആ ചർച്ചയാവുമ്പോഴും സർക്കാർ തലത്തിൽ ഔദ്യോഗികമായ ഒരു കൃത്യമായ ഒരു മറുപടിയോ വിശദീകരണമോ നൽകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ലോക് ഭവൻ പറയുന്നതാണോ ശരി, സർക്കാർ തലത്തിൽ നിന്നുകൊണ്ട് മന്ത്രി എൻ ശംസുദ്ദീൻ പറയുന്നതാണോ ശരി എന്ന കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. അങ്ങനെയെങ്കിൽ ചീഫ് സെക്രട്ടറി ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയതെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. മന്ത്രി ഇക്കാര്യം പറയുമ്പോഴും മുഖ്യമന്ത്രി വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ കൃത്യമായും വ്യക്തമായ ഒരു വിശദീകരണം നൽകിയതായി ഇപ്പോഴും വിവരമില്ല. അവന്തിക.